അന്നൊന്നും എനിക്കതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പോ നിങ്ങളുടെ ഈ ജയിലിൽ അതാണ് എന്നെ കണ്ടു തന്നത്. പിന്നെ ഒത്തൊരുമയുടെ ലോകം എന്താണെന്ന് ഈ മഹതിയോട് എന്നെ പഠിപ്പിച്ചു. അയ്യ, ഇനി കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് നീ എന്റെ ചാലക്കണ്ണ പേരൊന്ന് മാറ്റിത്തരണം. അതിലെ ഹിന്ദു എന്നുള്ള പേര് നീ ഒന്ന് വെട്ടണം മാമത്. കേവലം അക്ഷരങ്ങൾ വെട്ടിയതുകൊണ്ട് മാത്രം ഈ ലോകം നന്നാവും. നിങ്ങളുടെ മനസ്സിൽ അത് വെട്ടാൻ എന്ന് തോന്നിയോ അന്നു മുതൽ ഈ ലോകത്തുള്ളവരെല്ലാവരും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ലോകം എന്നേ മാറി. അതുകൊണ്ട് തന്നെ ഞാനത് വെട്ടുന്നു. അതെ, സദാവ് പറഞ്ഞതാണ് ശരി. ഞാനും നിങ്ങളുടെ ഒപ്പം കൊണ്ടുവരും. കോന്തുണ്ണി നായരായിട്ടല്ല, വെറും കോന്തുണ്ണി ആയിട്ട്. സഖാവ് കോന്തുണ്ണി. ഇന്നു മുതൽ എന്നെ സഖാവ് കോന്തുണ്ണി എന്ന് വിളിച്ചാൽ മതി. സഖാവ് കോന്തുണ്ണി കൊള്ളാം, അതൊരു നല്ല കാഴ്ചയാണ്. ഒന്നുതേ എന്തായാലും നമുക്ക് ഒരു കമ്മിറ്റി കിട്ടി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലെ തന്ത്രന്റെ അടുത്തേക്ക് ജാതിയായിട്ടാണ് പോവാ. ഇനി പാട്ട തരില്ലാന്ന് തിരുമേനിക്ക് നോക്കിട്ട് പറയാം. നമ്മളിപ്പോ അവിടെ ഒരു മീറ്റിംഗ് കൂടിയതായിട്ട് തീരുമാനിക്കാം. അധ്യക്ഷനായിട്ട് നീ ഇവിടെ നിൽക്കണ്ടല്ലോ. പ്രിയമുള്ളവർ, നമ്മളിപ്പോ തീരുമാനിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള വഴികൾ. നാട്ടുകാരുടെ വിഷയങ്ങൾ നമുക്ക് തീർക്കേണ്ടി വരും, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. അത് കേവലം മനുഷ്യവർഗത്തിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, ഓരോ കൃഷിക്കാരുടെയും പ്രശ്നങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് കൈകളുയർത്തി നമ്മൾക്കൊന്നൊരു പ്രതിജ്ഞ എടുക്കാം. ഇന്നു മുതൽ നമ്മൾ പാഠമാക്കി കൊടുക്കുക. നമ്മൾ വിതയ്ക്കുന്ന വയലൊക്കെ നമുക്ക് സ്വന്തം. നമ്മൾ കൊയ്യുന്ന കതിരെല്ലാം നമ്മുടേതാണ്. ആകാശവും ഭൂമിയും നമുക്കുള്ളതാണ്.